ദീർഘമായ ബസ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ജോധ്പൂരിലെത്തി ഹോട്ടലിൽ താമസിച്ചു. ഇത് ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ നിന്നുള്ള എൻ്റെ റൂമിൽ നിന്നുള്ള പുറം കാഴ്ചകളാണ് ഈ കാണുന്നത്. ദൂരെ ഒരു സ്റ്റേഡിയം കാണാം, ഒരു ജംഗ്ഷനാണ് ഇവിടെ. ഇത് രാജസ്ഥാനിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയാണ് ജോധ്പൂർ. മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വൃത്തി നന്നായിട്ട് പരിപാലിക്കപ്പെടുന്ന ഒരു പട്ടണമാണ് ഈ ജോധ്പൂർ എന്ന് എനിക്ക് മനസ്സിലായി കണ്ടപ്പോൾ. റോഡുകളും നിരത്തുകളും ഒക്കെ കുറച്ച് വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച്. ഇന്നത്തെ ഞങ്ങളുടെ ആദ്യ യാത്ര എന്ന് പറയുന്നത് ജസ്വന്ത് താഡയിലേക്കാണ്. 1899 മഹാരാജ സർദാർ സിംഗ് തൻ്റെ പിതാവായ മഹാരാജ ജസ്വന്ത് സിംഗ് രണ്ടാമന്റെ സ്മരണയ്ക്കായി പണി കഴിപ്പിച്ച ശവകുടീരമാണ്. ഇത് മാർവാറിലെ രാജകീയ രജപുത്ര കുടുംബത്തിന്റെ ശ്മശാനമായിട്ടാണ് ഈ ജസ്വന്ത് താഡ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഈ മഹാരാജ ജസ്വന്ത് സിംഗിന്റെ ശവകുടീരം കൂടാതെ മറ്റു ചില ശവകുടീരങ്ങൾ കൂടി ഇവിടെ ഉണ്ട്. ഇതിന് ചുറ്റും ഒരു തടാകമുണ്ട്, കുറച്ച് മണ്ഡപങ്ങളും ഒക്കെ ഉണ്ട്, ഒരു പൂന്തോട്ടമൊക്കെ ഉണ്ട്. വളരെ മനോഹരമായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള സ്ഥലമാണ്. രാജസ്ഥാനിൽ മാത്രമാണ് പ്രത്യേക സംഗീത വർണ്ണം. ഇവിടെയുള്ള ഒരു ലേക്കുണ്ട്. രാജസ്ഥാൻ മഴ പെയ്യാത്ത സ്ഥലമാണെങ്കിലും അവിടെ ഇവിടങ്ങളിലായി ലേക്കുകളുണ്ട്, വെള്ളം കെട്ടിക്കിടുന്നു. അതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് ഒരു കൊട്ടാരങ്ങളും കോട്ടകളും പണിതിരിക്കുന്നത്. ഇവിടേക്ക് കയറുന്ന സ്ഥലത്തുള്ള ഒരു മണ്ഡപമാണിത്. ഇതൊരു ശവകുടീരമാണെന്നാണ് തോന്നുന്നത്. ഇതിന്റെ വിശദ വിവരങ്ങളൊന്നും ഇവിടെ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണുന്നില്ല. ഈ കാണുന്നതാണ് ജസ്വന്ത് താഡ. വലിയ പടിക്കെട്ടുകൾ, മുൻപിൽ ഒരു ജലധാരയും പൂന്തോട്ടമൊക്കെ ഉണ്ട്. ഞങ്ങള് കൂടെ വന്നവരെല്ലാവരും ചേർന്ന് അതിന്റെ മുമ്പിൽ വെച്ച് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. അതിനായി എല്ലാവരും തയ്യാറെടുക്കുന്നു. അതിന്റെ പടിക്കെട്ടുകളിൽ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ്. നന്നായി കാറ്റ് ലഭിക്കുന്ന സ്ഥലമാണിത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നഗരത്തിന്റെ ഒരു വിദൂര ദൃശ്യം നമുക്ക് ലഭ്യമാകും. നീല നിറത്തിലുള്ള കെട്ടിടങ്ങൾ. ദൂരെ നമ്മളെ കാണുന്നതാണ് മെഗ്നാർ കോട്ട. അവിടേക്കാണ് നമ്മൾ ഇനി അടുത്തത് പോകുന്നത്. അത് ഇതിനടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ധാരാളം വിദേശ സഞ്ചാരികൾ ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അനേകം സഞ്ചാരികൾ ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. താജ്മഹലിന്റെ പണിക്ക് ഉപയോഗിച്ച മക്രാന മാർബിൾ തന്നെയാണ് ഇതിന്റെ പണിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. സൂര്യപ്രകാശം തട്ടുമ്പോൾ ഇതിന്റെ കളറിനൊരു വ്യത്യാസം വരുന്ന ഒരു ഗോൾഡൻ കളറിലേക്ക് മാറും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും കണ്ടിട്ട് തോന്നിയില്ല. ജസ്വന്ത് താഡയിലെ സന്ദർശനത്തിന് ശേഷം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന മേറാൻഗഡ് കോട്ടയിലാണ്. വളരെ പുരാതനമായ ഒരു കോട്ടയാണിത്. ഏകദേശം 1200 ഏക്കറോളം വിസ്തൃതിയിലാണ് ഈ കോട്ടയുള്ളത്. 1459 റാത്തോർ വംശത്തിലെ രജപുത്ര ഭരണാധികാരിയായിരുന്ന റാവു ജോതയാണ് ഈ കോട്ടയുടെ ആദ്യ നിർമ്മാണം നടത്തിയത്. ടൂറിസ്റ്റുകൾ എത്തപ്പെടുന്ന എല്ലാ സ്ഥലത്തും ഈ രാവണ വീണയുമായി ഇരുന്ന് പാട്ടുകൾ പാടുന്ന രാജസ്ഥാനിലെ കലാകാരന്മാരെ കാണാം. ഇതിന്റെ നിർമ്മിതിയുണ്ട്. വലിയ പാറക്കെട്ടുകളുടെ മണ്ടയിലാണ് ഈ കോട്ട പണിത് വെച്ചിരിക്കുന്നത്. വലിയ പാറകളാണ് ഇവിടെ താഴ്ഭാഗം. അതിന്റെ മുകളിലേക്കാണ് ഇത് പണിതിരിക്കുന്നത്. ഈ വലിയ കോട്ട മുഴുവൻ, അതിന്റെ താഴ്ഭാഗം മുഴുവൻ പാറയാണ്, വലിയ പാറക്കെട്ടുകൾ. ആ പാറക്കെട്ടുകൾക്ക് മുകളിലാണ് ഈ കോട്ട പണിതിരിക്കുന്നത്. കോട്ടയ്ക്കുള്ളിലേക്ക് കിടന്ന് കോട്ടവാതിൽ കണ്ടോ, ഭയങ്കരമായ മെറ്റലാണ്, എല്ലാം ഇരുമ്പാണ് കോട്ടവാതിൽ. വിജയ കവാടം എന്നർത്ഥം വരുന്ന ജയ്പോൾ കവാടം ഉൾപ്പെടെ മൊത്തം 7 കവാടങ്ങളാണ് ഈ കോട്ടയ്ക്കുള്ളത്. ഈ കോട്ടയുടെ നിലവിലെ ഘടനയിൽ ഭൂരിഭാഗവും 17ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണ്.
ഇപ്പോൾ കണ്ട പാട്ടുകാരൻ ഓരോ ഭാഷക്കാരെത്തുമ്പോഴും അവരുടെ ഭാഷകളിൽ പാട്ട് പാടി അവരെ സന്തോഷിപ്പിക്കും. നമ്മൾ തമിഴ്നാട്ടുകാരാണെന്ന് കരുതിയാണ് വൈദിസ് കൊലവറി എന്ന ഗാനം പാടിയത്. പിന്നീട് നമ്മൾ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം തിത്തിത്താര തിത്തൈ എന്നുള്ള മലയാളം പാട്ട് പാടി നമ്മളെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ബുദ്ധിമാനായ കലാകാരനാണ്. Original elephant seats which were used by the different king and queens between 17th till 20th century. These all are made on a wooden frame. This particular one is made of silver, which is having gold polish on it. Front seat always for the king. ആനപ്പുറത്ത് യാത്ര ചെയ്യാൻ നേരത്ത് രാജാക്കന്മാർ വെച്ചിരുന്ന ആനപ്പുറത്ത് വയ്ക്കുന്ന കസേരയാണിത്, അവർക്ക് ഇരിക്കാനുള്ളത്. ഫ്രണ്ട് സീറ്റ് രാജാവും രാജ്ഞി ഇരിക്കും, അവരുടെ അറ്റൻഡൻറ്റ് പുറകിലത്തെ സീറ്റിലിരിക്കും. അങ്ങനെയായിരുന്നു. പല്ലക്ക്, മഞ്ചൽ പല്ലക്ക്, പല്ലങ്ക്. മിക്കവാറും എല്ലാ കോട്ടകളിലും കൊട്ടാരങ്ങളിലും അന്ന് അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും മറ്റു സാധനങ്ങളും ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. പുരാതനമായ ഈ സാധനങ്ങളൊക്കെ കാണുന്നത് നല്ല ഭംഗിയാണ്. മാത്രമല്ല ചരിത്ര വിദ്യാർത്ഥികൾക്കും ചരിത്രത്തെ ഇഷ്ടപ്പെടുന്നവർക്കും ഇതൊക്കെ കാണുന്നത് സന്തോഷകരമായ കാര്യമാണ്. ഈ കാണുന്നത് രാജാവിന്റെ ബെഡ്റൂം ആയിരുന്നു. വലിയ ആഡംബരങ്ങളൊന്നുമില്ല. രാജകുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്ന തൊട്ടിലുകളാണ് ഇത്, ക്രാഡിൽസ്. വിവിധ നിറത്തിലും വിവിധ രൂപത്തിലും വിവിധ വലിപ്പത്തിലുള്ള ക്രാഡിൽസ് ഇവിടെ കാണാം. വിശാലമായ മൈതാനം പോലെയുള്ള ഒരു ഭാഗം ഈ കോട്ടയ്ക്കകത്തുണ്ട്. ഇത് കുറെ നീണ്ടു നിവർന്ന് കിടക്കുന്നു. ഇപ്പോൾ നമ്മുടെ കോട്ടയുടെ മുകൾ ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം പുറത്തേക്ക് സജ്ജീകരിച്ച് വെച്ചിരിക്കുന്ന പീരങ്കികൾ, വെടിക്കോപ്പുകളൊക്കെ ഇവിടെ കാണാവുന്നുണ്ട്. വിവിധ ഇനത്തിലുള്ള പീരങ്കികൾ പുറത്ത് ശത്രുക്കൾ വരുമ്പോൾ അവരെ ആക്രമിക്കാൻ വേണ്ടി സജ്ജമാക്കി വെച്ചിരിക്കുന്നു കോട്ടയുടെ മുകളിൽ ഉടനീളം. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഉമൈദ് ഭവൻ പാലസിലാണ്. അവിടുന്നുള്ള പുറത്തുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സ്വകാര്യ വസതികളിൽ ഒന്നാണ് ഈ ഉമൈദ് ഭവൻ പാലസ്. ഏകദേശം 347 മുറികളുണ്ട്. ഈ കൊട്ടാരത്തിന്റെ ഒരു ഭാഗം കൈകാര്യം ചെയ്യുന്നത് താജ് ഹോട്ടൽസ് ആണ്. ഈ കൊട്ടാരത്തിന്റെ ഇപ്പോഴത്തെ അവകാശിയായ ഗജ് സിംഗിന്റെ മുത്തച്ഛനായ ഉമൈദ് സിംഗ് മഹാരാജാവിന്റെ പേരിലാണ് ഈ കൊട്ടാരം അറിയപ്പെടുന്നത്.
ഇതിന്റെ ഒരു ഭാഗം മ്യൂസിയമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 1929 ഈ കെട്ടിടത്തിന്റെ പണി ആരംഭിക്കുകയും ഏകദേശം 1943 മഹാരാജാവ് ഉബൈദ് സിംഗ് ഇതിന്റെ പണി പൂർത്തീകരിക്കുകയും ചെയ്തു. വളരെ മനോഹരമായ ഒരു കെട്ടിടമാണിത്. ഇതിനടുത്ത് തന്നെ വിന്റേജ് കാറുകളുടെ ഒരു ശേഖരമുണ്ട്, അതും കാണാൻ മനോഹരമാണ്. ഉദയ്പൂരിലെ ഞങ്ങളുടെ സന്ദർശനങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ ജയ്സാൽമീറിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഭക്ഷണം കഴിക്കാൻ കയറിയ ഒരു ഹോട്ടലാണിത്. ജയ്സാൽമീറിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.